ബിഗ് ബോസ് എപ്പിസോഡ് 20. ഗബ്രിയുടെ ഒരു അടിപൊളി ഗെയിം മൂവ്മെൻറ്റും ജാൻമണിയുടെ ഒറിജിനൽ ഫേസും ജിൻഡോയുടെ അതിബുദ്ധിയുമായിരുന്നു ഈ എപ്പിസോഡിൽ മികച്ചു നിന്നത്. പട്ടി കുരച്ചതിന് പണിഷ്മെൻ്റ് കിട്ടുമെന്ന് തോന്നിയ ജിൻഡോ അതില്ലാതാക്കാൻ വേണ്ടി റൂൾ ബുക്ക് മൊത്തം കുത്തിയിരുന്ന് വായിച്ച് ഒരു സൊല്യൂഷനുമായാണ് എത്തിയത്. പല പോയിന്റുകൾ വെച്ച് വാദിച്ച് ആ പണിഷ്മെൻ്റ് ഇല്ലാതെയാക്കാൻ ബുദ്ധിപൂർവ്വം കളിക്കുന്ന ജിൻഡോയെ എപ്പിസോഡിൽ കാണാം. മോർണിംഗ് ടാസ്കിലാണ് ഗബ്രി തൻ്റെ യഥാർത്ഥ ഗെയിം പ്ലാൻ പുറത്തെടുത്തത്. മോർണിംഗ് ടാസ്കിൽ ജാൻമണിയുടെ യഥാർത്ഥ മുഖം ഗബ്രി തുറന്നടിച്ചു. നന്മയുടെ ഭാഗം പിടിച്ച് ക്യാമറ സ്പേസ് എടുക്കാൻ ശ്രമിക്കുന്ന ജാൻമണിയുടെ ഫേക്ക് ഗെയിമാണ് ഗബ്രി വലിച്ചു കീറിയത്. എല്ലാവരുടെയും സ്നേഹവും പരിലാളനങ്ങളും ഏറ്റുവാങ്ങി സേഫ് ഗെയിം കളിച്ചു പോകുന്ന ജാൻമണിക്ക് ഇത് ഒട്ടും സഹിക്കാനായില്ല. ഗബ്രി തൻ്റെ പേര് പറഞ്ഞതും ജാൻമണിയുടെ മുഖമാകെ മാറി. ഉടനെ തന്നെ ജാൻമണി ഗബ്രിക്കെതിരെ കംപ്ലൈൻറ്റുമായി നീങ്ങി. താനാണ് തൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ, പക്ഷേ താൻ പറഞ്ഞാൽ ഗബ്രി കേൾക്കാറില്ലെന്നും പവർ ടീം പറഞ്ഞാൽ മാത്രമേ കേൾക്കൂ എന്നുമാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജാൻമണി രാവിലെ തന്നെ പവർ ടീമിനോട് പരാതി പറഞ്ഞു. ജാൻമണി എന്ത് തോന്നിവാസം ചെയ്താലും ആരുമൊന്നും ചോദിക്കില്ല എന്നുള്ള ഒരു ധൈര്യമാണ് അവർക്ക്. ഹൗസിലെല്ലാവർക്കും ജാൻമണിയെ വല്ലാത്തൊരു തരം പേടിയാണ്. വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇമേജ് വിട്ട് കളിക്കാൻ ജാൻമണി തയ്യാറുമല്ല. ഹൗസിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും തൻ്റെ സെലിബ്രിറ്റി ഇമേജ് നോക്കി മാത്രമേ ജാൻമണി അത് ചെയ്യൂ. ഗബ്രി തനിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ജാൻമണിയുടെ സകല കൺട്രോളും വിട്ടു. റൂമിൽ വന്ന് കൺട്രോളില്ലാതെ അലറി കരയുകയും ബെഡിലെല്ലാം അടിക്കുകയും അറഞ്ചും പുറഞ്ചും ഗബ്രിയെ തെറി പറയുകയും ചെയ്യുന്ന ജാൻമണിയെയാണ് പിന്നീട് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. ജാൻമണിയുടെ യഥാർത്ഥ മുഖം തന്നെയായിരിക്കും അവിടെ പ്രേക്ഷകർ കണ്ടതും. ഇതുമാത്രമല്ല, ജെൻഡർ കാർഡും ജാൻമണി എടുത്തിടുന്നുണ്ട്. ഗബ്രി ഒരു ആണിനോടോ പെണ്ണിനോടോ അല്ല ഇത് പറഞ്ഞത് എന്നൊക്കെ ജാൻമണി സംസാരത്തിനിടയിൽ പറയുന്നുണ്ട്. ആരൊക്കെ ചേർന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ജാൻമണിക്ക് തൻ്റെ സമനില വീണ്ടെടുക്കാൻ ആയില്ലായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ജാൻമണി ഓക്കെ ആയത്. ജിൻഡോയാണെങ്കിൽ ജാൻമണിയെ നന്നായി സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഗബ്രി അവനിനി ആ പവർ റൂമിലേക്ക് കയറരുത് എന്നെല്ലാം ജാൻമണിയെ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ടാസ്കിൽ ഗബ്രി പറഞ്ഞ അടുത്തൊരു പേര് നോറയുടേതായിരുന്നു. ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്ത് ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ നോറ ശ്രമിക്കുന്നുണ്ട് എന്ന് ഗബ്രി ആരോപിച്ചിരുന്നു. ഇതിനുശേഷം നോറയും എപ്പിസോഡിൽ കരഞ്ഞു നിലവിളിക്കുന്ന കാഴ്ച കാണാം. താൻ ഡ്രാമ കളിക്കുകയാണെന്ന് കിച്ചൺ ടീം പറഞ്ഞു എന്നെല്ലാം ഇതിനിടയിൽ നോറ പറയുന്നുണ്ട്. പിന്നീട് ജിൻഡോയുടെ കുബുദ്ധികൾ നിറഞ്ഞ ഒരു മീറ്റിംഗ് ആണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. റൂൾ ബുക്കിൽ ഇല്ലാത്ത പണിഷ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജിൻഡോ കളിച്ച ഒരു കളി. ഇതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജയിച്ചിരുന്നത് 3 പേരാണ്. ജാൻമണിയും നോറയും ശ്രീതുവുമായിരുന്നു അത്. നോറ വളരെ നന്നായി കളിച്ചു, പക്ഷേ ഭാഗ്യം കൊണ്ട് ജാൻമണിയാണ് ജയിച്ചത്. അങ്ങനെ ജാൻമണിയാണ് അടുത്ത ആഴ്ചത്തെ ഹൗസിലെ ക്യാപ്റ്റൻ. പവർ റൂം നേടാനായി ജാൻമണി ഒറ്റയ്ക്ക് കളിച്ച മറ്റൊരു ഗെയിം കൂടിയാണ് ഈ ക്യാപ്റ്റൻ സ്ഥാനം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ജാൻമണി പലരുടെ അടുത്തും തനിക്ക് ആ ഗ്രൂപ്പിൽ നിന്നും മാറണമെന്നും താൻ കംഫർട്ടല്ലെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അൻസിബയാണ് ജാൻമണിയുടെ അടുത്ത് ഗ്രൂപ്പിൽ നിന്നും മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ക്യാപ്റ്റൻ ആവുക, അപ്പോൾ പവർ റൂമിൽ കയറാം എന്നുള്ള ഒരു ടെക്നിക്ക് ഉപദേശിച്ചു കൊടുത്തത്. മാത്രമല്ല, താൻ ക്യാപ്റ്റൻസി ടാസ്കിൽ ജാൻമണിയുടെ പേര് പറയാമെന്നും അൻസിബ ജാൻമണിക്ക് വാക്കു കൊടുത്തിരുന്നു. ഇതുപോലെ പലരും ജാൻമണിക്ക് വാക്കു കൊടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ പതിവില്ലാതെ മിക്കവരും ജാൻമണിയുടെ പേരാണ് ക്യാപ്റ്റൻ നോമിനേഷനിൽ പറഞ്ഞിരുന്നത്. പിന്നീട് ജയിൽ നോമിനേഷനാണ്. പവർ ടീം ഗബ്രിയെ ഓപ്പൺ നോമിനേറ്റ് ചെയ്തു. റാസ്കൽ എന്ന് വിളിച്ചതിന് അപ്സരയെയാണ് പലരും നോമിനേറ്റ് ചെയ്തത്. ജാസ്മിനെയും പലരും നോമിനേറ്റ് ചെയ്തു. താൻ ജയിലിൽ പോകുന്നെങ്കിൽ കൂടെ ജാസ്മിൻ വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഗബ്രിയും ജാസ്മിനെ തന്നെ നോമിനേറ്റ് ചെയ്തു. ഇതിനുശേഷം ജയിൽ റൂം കാഴ്ചകളാണ്. ചപ്പാത്തി പരത്തുന്ന ടാസ്കായിരുന്നു ഇവർക്ക് കിട്ടിയത്. അതവർ അത്യാവശ്യം ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുകയും ചെയ്തു. സാധാരണ ദിവസങ്ങളിൽ മാറി നിന്ന് സംസാരിക്കുന്ന പോലെയുള്ള സംസാരങ്ങളൊന്നും തന്നെ ജയിൽ റൂമിനകത്ത് വെച്ച് ഉണ്ടായില്ല. ജയിലിൽ മൊത്തം ക്യാമറയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ 2 പേരും അത്യാവശ്യം പാട്ടൊക്കെ പാടി ജോളിയായി ജയിൽ റൂം ടാസ്ക് എൻജോയ് ചെയ്യുകയാണ് ഉണ്ടായത്. ജാൻമണി എന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. ജാൻമണിക്ക് പവർ ടീമിലിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ലക്ഷറി ലൈഫാണല്ലോ.
മാത്രമല്ല ജാൻമണിയെ ആരും കുറ്റം പറയാനോ നോമിനേറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. ജാൻമണിക്ക് എല്ലാവരെയും കുറ്റം പറയാം. സത്യത്തിൽ ഗബ്രി ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ പവർഫുള്ളായി പോയിന്റ്സ് പറയുന്ന ടോപ്പ് 5-ൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. അടുത്തയാഴ്ച ജാൻമണി ക്യാപ്റ്റൻ ആവുന്നതുകൊണ്ട് തന്നെ ഗബ്രിക്കും ജാസ്മിനും നല്ല പണി കിട്ടാനും സാധ്യതയുണ്ട്. സേഫ് ഗെയിം നോക്കാതെ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഗബ്രി. എല്ലാവരോടും മുഖത്ത് നോക്കി സംസാരിക്കാൻ ഗബ്രിക്ക് യാതൊരു മടിയുമില്ല. സത്യത്തിൽ നോറ ക്യാപ്റ്റൻ ആകണമെന്നായിരുന്നു പലരുടെയും ഉള്ളിൽ. നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. ഈ ഒരാഴ്ചത്തെ ഗെയിം നോക്കിയാൽ ജിൻഡോയെയാണ് ആർക്കും പിടികിട്ടാത്തത്. വില്ലനാണോ നായകനാണോ കൊമേഡിയനാണോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. പവർ ടീമിന് അവിടെ എന്തും ചെയ്യാൻ അധികാരമുണ്ടെങ്കിൽ ആദ്യം ഗ്രൂപ്പെല്ലാം പൊളിച്ച് എല്ലാവരെയും ഒന്ന് ഷഫിൾ ചെയ്താൽ ഇപ്പോൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജികളും എല്ലാം പൊളിയും. എന്തായാലും ഈ ആഴ്ചത്തെ മൊത്തം കണ്ടന്റുകൾ ജിൻഡോ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം.